ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സഫ്നാസ് വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ആണ്. ആദ്യം നമ്മളൊരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് കറി ലീഫും കൊറിയാണ്ടർ ലീഫും ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ അതിലേക്ക് കാഷ്യും കിസ്മിസും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം മറ്റൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചിക്കൻ പീസ് ചെറുതായി അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മൾ റൈസ് ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം വലിയൊരു ചട്ടി എടുക്കുക. ഞാനിവിടെ ഒരു വലിയൊരു ഉരുളയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ്, ഓണിയൻ, പിന്നെ ചില്ലി, അതുപോലെ ആവശ്യത്തിന് ക്യാപ്സിക്കും, പിന്നെ അതെല്ലാം ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ശേഷം വേവിച്ചെടുത്ത റൈസ് നമ്മൾ മിക്സ്ചറിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ റൈസ് വേവിക്കുമ്പോൾ തന്നെ ആ വെള്ളത്തിൽ കുറച്ച് പെപ്പറും സിന്നമണും ക്ലോവൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. സ്പൈസസ് ഒന്ന് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നല്ല നാടൻ പശുവിൻ പാലിൽ ഹോം മെയ്ഡായിട്ട് വീട്ടിലുണ്ടാക്കിയ നെയ്യ് ഒന്ന് നല്ലപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും കുഴപ്പമില്ല, വീട്ടിലുണ്ടാക്കുന്നതാകുമ്പോൾ നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ശേഷം നമ്മൾ അതിലേക്ക് മുൻപ് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ ഒരു മണത്തിനായിട്ട് കൊറിയാണ്ടർ ലീഫ് ഒന്ന് ഇട്ട് കൊടുക്കുക. ശേഷം ഞാനിവിടെ ഒരു 3 മുട്ട എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉപ്പിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ചിക്കൻ വറുത്ത ആ ഒരു സെയിം എണ്ണയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ആ ഒരു മണവും ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്ത് പുതിയ എണ്ണ എടുക്കാം കേട്ടോ. നമ്മൾ റൈസ് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മൾ ചിക്കനെല്ലാം എല്ലാ ഭാഗത്തേക്ക് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു മുട്ട എന്നതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇതിനൊന്ന് മിക്സ് ചെയ്യാം. ശേഷം നമ്മൾ മുൻപേ വറുത്ത് കോരി വെച്ച ആ ഒരു സവോള ഉണ്ടല്ലോ, അത് നമ്മൾ ഈ റൈസിൻ്റെ മേലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രൈഡ് റൈസിൻ്റെ പണി. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് സെർവ് ചെയ്യാം റൈസ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ നന്നായിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം. ഗൈസ്, അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.